1,00,000 കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി കേരളത്തിന്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ആദ്യ ബ്ലാസ്റ്റ് ഉടൻ. തിരുവമ്പാടിയിലെ പദ്ധതി സ്ഥലത്ത് അല്പസമയത്തിനകം ആദ്യ ബ്ലാസ്റ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പ്രവേശനം പാസ് മുഖേന നിയന്ത്രിച്ചിട്ടുണ്ട്. അജി കുഞ്ഞുമോൻ വിവരങ്ങൾ നൽകാനുള്ള. അജി, കേരളത്തിന്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നാണ് ഈ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. അതിന്റെ നിർമ്മാണം ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ പാറ തുരക്കലിനായുള്ള ആദ്യ ബ്ലാസ്റ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മമാണല്ലോ മുഖ്യമന്ത്രി അല്പസമയത്തിനകം നിർവഹിക്കാൻ പോകുന്നത്. കർശനമായ നിയന്ത്രണങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. മുഖ്യമന്ത്രി എപ്പോഴാണ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുക? വളരെ പരിമിതമായി മാത്രമേ ആളുകൾക്ക് അവിടെ പ്രവേശനമുള്ളൂ ചടങ്ങിലേക്ക് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ, അജി? ജി.കെ. സൂചിപ്പിച്ചതുപോലെ വളരെ പരിമിതമായ ആളുകൾക്ക് മാത്രമാണ് ഈ ചടങ്ങിലേക്ക് പ്രവേശനമുള്ളത്. നേരത്തെ ജി.കെ. സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ്. ആ സ്വപ്ന പദ്ധതിയുടെ പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾ, അതായത് ഈ പാറ തുറക്കാനുള്ള പ്രാരംഭഘട്ട പ്രവർത്തനങ്ങളുടെ ബ്ലാസ്റ്റ് ആണ് ഇന്ന് നടക്കുന്നത്. ഓസ്ട്രേലിയൻ സാങ്കേതിക വിദ്യയുടെ പിൻബലത്തിൽ കട്ട് ആൻഡ് കവർ രീതിയിലാണ് ഈ തുരങ്കം നിർമ്മിക്കുന്നത്. കൃത്യമായ അളവിലും ആഴത്തിലും പാറ തുറക്കുന്നതിനായി ആധുനിക തരത്തിലുള്ള റോക്ക് ബൂമറുകൾ ഉപയോഗിച്ചാകും പ്രവൃത്തികൾ പൂർത്തിയാകുക. ഈ രാജ്യത്ത് തന്നെ മുൻനിര ഏജൻസിയായ, നമുക്കറിയാം, ഒട്ടനവധി അത്ഭുതങ്ങൾ രാജ്യത്തിനായി കാണിച്ചു തന്ന കൊങ്കൺ റെയിൽ കോർപ്പറേഷനാണ് ഈ പദ്ധതിയുടെയും നിർമ്മാണ ചുമതല വഹിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. മുഖ്യമന്ത്രി അല്പസമയത്തിനകം തന്നെ ഈ ആനക്കാംപൊയിലിലെ പദ്ധതി പ്രദേശത്തേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. മറ്റൊരു പ്രത്യേകത, ഇന്ത്യയിലെ ദൈർഘ്യമേറിയ രണ്ടാമത്തെ ടിൻ ട്യൂബ് ടണലാണ് കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിക്കുന്നത്. 4 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വഹിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 4 വർഷം കൊണ്ട് ഈ പദ്ധതി പൂർത്തിയാകുമ്പോൾ കൊച്ചി, ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയിൽ അടക്കം വലിയ തരത്തിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. ആനക്കാംപൊയിലിൽ കള്ളാടി മേപ്പാടി റൂട്ടിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ഈ പാതയുടെ പാറ തുറക്കലിന്റെ ബ്ലാസ്റ്റിംഗ് സ്വിച്ച് ഓൺ കർമ്മമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം തന്നെ നിർമ്മിക്കുന്നത്. നമുക്കറിയാം, പരിസ്ഥിതി വനം വകുപ്പുകളുടെ കർശന പരിശോധനകൾക്കും അനുമതികൾക്കും ശേഷമാണ് സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതി ഇപ്പോൾ യാഥാർത്ഥ്യം ആകുന്നത്. അതിന്റെ ആദ്യ ചുവടിലേക്കാണ് ഇന്ന് സംസ്ഥാനം കിടക്കുന്നത്. ഈ കോഴിക്കോട് ജില്ലയിലെ മരപ്പുഴ തൊണ്ടുകുന്ന് ഭാഗത്താണ് ഈ തുരങ്ക നിർമ്മാണത്തിനായി ആദ്യ പാറ തുറക്കൽ നടക്കുന്നത്. വയനാട് ജില്ലയിലെ കള്ളാടി ഭാഗത്ത് മണ്ണ് കൂടുതൽ നീക്കം ചെയ്യേണ്ടതിനുള്ളതാൽ അവിടെ പാറ പൊട്ടിക്കുന്ന പ്രവൃത്തികൾ പിന്നീട് മാത്രമായിരിക്കും ആരംഭിക്കുക. ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടുകൂടെ തന്നെയാണ് ഈ പ്രവൃത്തികളെല്ലാം തന്നെയും പുരോഗമിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ, കട്ട് ആൻഡ് കവർ രീതിയിൽ, അതായത് ഓസ്ട്രേലിയൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കട്ട് ആൻഡ് കവർ രീതിയിലാണ് തുരങ്കം നിർമ്മിക്കുന്നത്. കൃത്യമായ ആഴത്തിലും അളവിലും പാറ തുറക്കുന്നതിനായി ആധുനിക തലത്തിലുള്ള റോക്ക് ബൂമറുകൾ ഉപയോഗിച്ചായിരിക്കും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെയും നടക്കുന്ന. അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും എല്ലാ സംവിധാനങ്ങളും ഈ 2 പ്രദേശത്തും, അതായത് മേപ്പാടിയിലും ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിലും എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എനിക്കൊന്നു അജി, ഈ തുരങ്കപാത യാഥാർത്ഥ്യമാകാൻ 4 വർഷത്തെ കാത്തിരിപ്പുണ്ട്, അല്ലെങ്കിൽ 4 വർഷത്തെ കാത്തിരിപ്പേ വേണ്ടൂ. അത് കഴിയുമ്പോൾ ഒരുപക്ഷെ മലബാറിന്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഈ തുരങ്കപാതയിലൂടെ എന്ന് നമുക്ക് പറയാം. കാരണം വയനാടുമായി ബന്ധിപ്പിക്കുന്ന ഈ തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ അവിടെ നിന്നുള്ള കാപ്പിയും ഏലവും തേയില അതുപോലെ ഉള്ള ഈ ഇതെല്ലാം വളരെ എളുപ്പത്തിൽ, ഇതുവഴി യാത്ര വളരെ എളുപ്പത്തിൽ കൊണ്ടുവരാനും ഈ കാർഷിക വിളകളൊക്കെ വേഗത്തിൽ തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാനും ഒക്കെ സഹായകരമാകുന്ന ഒന്നായി ഈ തുരങ്കപാത മാറും. മാത്രമല്ല, നമ്മുടെ മുന്നിൽ 2024 ഈ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ട്. അതിൽ ബാധിച്ച ഇടങ്ങൾ, ചൂരൽമല പോലുള്ള, പുത്തുമല പോലുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധിപ്പിക്കപ്പെടുന്ന ഇടങ്ങളായി മാറുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ, മുഖ്യമന്ത്രി സ്ഥലത്തെത്തിയിരിക്കുന്നു. ഉദ്ഘാടന ചടങ്ങുകൾ, സ്വിച്ച് ഓൺ കർമ്മം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇതിപ്പോൾ ഉള്ളത് കോഴിക്കോട് മറിപ്പുഴയിലാണ് ഈ ഉദ്ഘാടന ചടങ്ങ് നടക്കാൻ പോകുന്നത്. ഒരേ സമയം 2 ഭാഗങ്ങളിൽ നിന്നും തുരന്നാണ് ഈ തുരങ്കപാത ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ 2 ഭാഗങ്ങളിൽ ഒരേ സമയം ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അജി, ഇപ്പോൾ ഇതിൻ്റെ ഒരു മലബാർ മേഖലയിൽ ഇതെങ്ങനെയാണ് കൂടുതൽ, മലബാറിൻ്റെ വികസനത്തിന് ഇതെങ്ങനെയാണ് ഈ തുരങ്കപാത സഹായകരമാവുക? ഇപ്പോൾ ഉദ്ഘാടനം, സ്വിച്ച് ഓൺ കർമ്മത്തിന് വേണ്ടി മുഖ്യമന്ത്രി എത്തിയ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അജി, വിവരങ്ങൾ പറയും. തീർച്ചയായിട്ടും ജി.കെ. മലബാറിന്റെ മാത്രമല്ല, മലബാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഒരു യാത്രാക്ലേശത്തിന് പരിഹാരമാകും. പ്രത്യേകിച്ച് നേരത്തെ ജി.കെ. സൂചിപ്പിച്ചതുപോലെ തന്നെ കാർഷിക മേഖലയിൽ അടക്കമുള്ള ഈ കയറ്റുമതിയൊക്കെ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വലിയ തരത്തിൽ പരിഹരിക്കപ്പെട്ടു. അതുമാത്രമല്ല, കൊച്ചി ബംഗളൂരു
വ്യവസായ ഇടനാഴിയായി ഈ പദ്ധതി മാറും എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. പശ്ചിമഘട്ട മലനിരകളിലൂടെ കടന്നു പോകുന്ന തുരങ്കപാത തുറന്നിടുന്ന വികസന പ്രതീക്ഷകൾ ഒരുപാടാണ്. യാത്രകൾക്ക് പുറമെ ചരക്ക് കയറ്റുമതി മേഖലയിലും വൻ മുന്നേറ്റം, അതായത് കാർഷിക രംഗത്തൊക്കെ വൻ മുന്നേറ്റം ഉണ്ടാകും. നിർദ്ദിഷ്ട കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി രണ്ട് സാമ്പത്തിക കേന്ദ്രങ്ങൾക്കിടയിലുള്ള യാത്ര ഗണ്യമായി കുറയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടതുള്ളത്. നിലവിലുള്ള NH 760 അതായത് കോഴിക്കോട് മൈസൂർ വഴി കർണാടകയിലേക്ക് ബന്ധിപ്പിക്കുന്ന പാത NH 59 അതായത് മേപ്പാടി സ്റ്റേറ്റ് ഹൈവേ 59 മേപ്പാടി കള്ളാടി തുരങ്കപാത റോഡിലൂടെ ചൂരൽമല എന്നീ ഭാഗങ്ങളിൽ ബന്ധിപ്പിക്കുന്ന ഒരു ലിങ്ക് റോഡായി മാറുന്നു. വയനാട് കോഴിക്കോട് ജില്ലകൾക്കിടയിലെ ദൂരപരിധി കുറയുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പച്ചക്കറി ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിക്കും. മാത്രമല്ല വിനോദസഞ്ചാര മേഖലകളിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റവും കൂടി ഉണ്ടാകും. വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് അതിർത്തി പ്രദേശങ്ങൾ. അത് ടൂറിസത്തിന്, കേരളത്തിന്റെ ടൂറിസം വികസനങ്ങൾക്ക് അനന്തമായ സാധ്യതകൾ, ടൂറിസത്തിന് വലിയ തരത്തിലുള്ള മുതൽക്കൂട്ടാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കോഴിക്കോടാണ് നിലവിൽ മികച്ച ആരോഗ്യ സംവിധാന കേന്ദ്രങ്ങൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു ജില്ല. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ നിന്നും ആളുകൾക്ക് ഏറ്റവും എളുപ്പം ഇവിടേക്ക് എത്താൻ കഴിയും എന്നുള്ള ഒരു പ്രത്യേകതയും ഈ പദ്ധതിക്കുണ്ട്. നിലവിൽ 4 വർഷം കൊണ്ടാണ് പദ്ധതി പൂർത്തീകരണം കഴിയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി ഇപ്പോൾ ഡ്രാഫ്റ്റ് നടക്കുന്ന സ്ഥലത്ത് എത്തുകയും അവിടെ ഈ കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ അധികൃതരും കിഫ്ബി അധികൃതരും ഒക്കെ ഉണ്ട്. അവർ ഈ പദ്ധതിയുടെ മറ്റ് പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഈ പദ്ധതി പൂർത്തീകരണം ആയി കഴിഞ്ഞു. അജി, മുഖ്യമന്ത്രിക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് ഇതിന്റെ സാങ്കേതിക വിദ്യ നമ്മളെ സംബന്ധിച്ച് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുണ്ട്. സവിശേഷതകളുള്ള പ്രദേശമാണ്, വളരെ സെൻസിറ്റീവായിട്ടുള്ള ഏരിയകളാണ്. മാത്രമല്ല ഉരുൾപൊട്ടൽ ദുരന്തം നേരിട്ട് നമ്മൾ അനുഭവിച്ച പ്രദേശം കൂടി ഇതിന്റെ ഭാഗമാകുന്നുണ്ട്, ഈ പദ്ധതിയുടെ ഭാഗമാകുന്നുണ്ട്. അതുകൊണ്ട് ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അത് നേരത്തെ അജി കുഞ്ഞുമോൻ സൂചിപ്പിച്ചതുപോലെ അതൊരു ഓസ്ട്രേലിയൻ സാങ്കേതിക വിദ്യയാണ്. കട്ട് ആൻഡ് കവർ എന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുക. അതായത് ഇതിൽ തട്ടായിട്ട് മണ്ണുകൾ എടുക്കുന്നു. ആ മണ്ണ് എടുത്ത ശേഷം, അതായത് തുരങ്കം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി മണ്ണ് എടുക്കുമ്പോൾ ആ മണ്ണ് ഇളകി പിന്നീട് ആ ഭാഗത്ത് വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാകാതിരിക്കാൻ, ആ മണ്ണ് ഇളകി വീഴാതിരിക്കാൻ സിമെന്റ് മിശ്രിതം പൂശിയാണ് ഇതിന്റെ പ്രവൃത്തി മുന്നേറുക. അതുകൊണ്ടാണ് ഇതിനൊരു കട്ട് ആൻഡ് കവർ എന്ന്, അതായത് തുരങ്കത്തിന് വേണ്ടി അത് തുരന്ന് എടുക്കുകയും അതേസമയം തന്നെ അവിടെ നിന്ന് പിന്നീട് മണ്ണിടിച്ചിൽ ഉണ്ടാകാതിരിക്കാൻ സിമെന്റിന്റെ മിശ്രിതം പൂശിക്കൊണ്ട് അത് തടയുകയും അതിനെ കവർ ചെയ്യുകയും ചെയ്യുന്ന ഒരു കട്ട് ആൻഡ് കവർ എന്ന ഓസ്ട്രേലിയൻ സാങ്കേതിക വിദ്യയാണ് ഈ തുരങ്ക നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് മുഖ്യമന്ത്രിക്ക് കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.